ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഇസ് ദ മാൻ്റെ 9th എപ്പിസോഡാണ്. ഫ്രണ്ട്സ്, ഇനി 3 എപ്പിസോഡ് കൂടെ നമ്മുടെ ഡ്രാമ കംപ്ലീറ്റ് ആവും. ഫ്രണ്ട്സ്, അടുത്ത ഏത് ഡ്രാമ നമുക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ജൂനിയർ പെൺകുട്ടിയും ഹീറോയിനും കൂടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടികൊണ്ടാക്കുകയായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും പലതവണ അവർ തടയാൻ നോക്കുമെങ്കിലും അവർ മാറുന്നുണ്ടാവത്തില്ല. അപ്പോൾ ദേഷ്യം വന്ന ഹീറോ ആണെങ്കിൽ എൻ്റെ കൈയെടുത്ത ടേബിളിൽ ഒരു അടി അടിക്കുന്നത് രണ്ടുപേരും സൈലൻ്റ് ആവും. എന്തായി നടക്കണേന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ ഇവനാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കൊണ്ട് വീണ്ടും വഴക്കുണ്ടാക്കുന്നത്. ശരി, ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ രണ്ടുപേരും പേശി നീ വന്നേന്ന് പറഞ്ഞിട്ട് ജൂനിയർ പെൺകുട്ടീനെ വെളിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് തൊട്ടിട്ട് നിനക്ക് പനിയുണ്ടല്ലോ, കുറവുണ്ടല്ലോ അല്ലേ, കുറവായോ എന്നൊക്കെ പറഞ്ഞ് തൊട്ട് നോക്കും. എന്നിട്ട് ശരി ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീണ്ടും വന്ന് അവൻ്റെ കവളിൽ തൊട്ട് നോക്കും. എന്നിട്ട് പറയും പനിക്കുന്നൊന്നുമില്ല, ശരി നീ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഹീറോ വീണ്ടും പോകുന്നുണ്ട്. ഹീറോനാണ് ഇത് കാണുമ്പോൾ ഭയങ്കര രസം തോന്നും, അവൾക്ക് ഇഷ്ടപ്പെടും. അവൻ എന്നാലും എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുള്ളൂ. സീനിൽ ഹീറോയിൻ്റെ പാരൻസ് ആണെങ്കിൽ ഒത്തിരി ഫുഡും കുക്ക് ചെയ്തുകൊണ്ട് ഹീറോയിനെ കാണാൻ വരുന്നുണ്ട്. ആ ഫുഡ് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഫുഡ് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പം അമ്മ പറയും ഇന്ന് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടി ഒരു ദിവസം എടുത്തേക്കാണ്, ഞങ്ങളിന്ന് സലൂണിൽ ലീവ് കൊടുത്തു, നിനക്ക് എന്നോട് എന്ത് വേണോ ചോദിക്കാം, അതെല്ലാം ഇന്ന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും എന്ന് പറയും. അമ്മ സലൂണിൽ ലീവ് എടുത്തോ, പക്ഷെ ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല, എന്ത് ചോദിക്കണമെന്നുള്ളതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കുഴപ്പമില്ല, നീ ആലോചിച്ച് ചോദിച്ചാൽ മതി എന്ന് പറയും. ശരി ഓക്കെ, ഞാൻ ആലോചിച്ചിട്ട് ചോദിക്കാമെന്ന് അവളും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനെയും ജൂനിയർ പെൺകുട്ടിയെയും അവരുടെ പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അവർ രണ്ടുപേരും കൂടെ പ്രോജക്റ്റ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഒരു നല്ലൊരു കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യണം, ഞാൻ എന്തായാലും പോകുന്നുണ്ട്, നിന്നെയും ഞാൻ കൊണ്ടുപോകുന്നു പറയും. അപ്പം ഹീറോ പറയും ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ ഞാൻ വലിച്ചാണെങ്കിലും കൊണ്ടുപോകുന്നു പറയും. ശരി ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ നമ്മുടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ വരും. നീ എന്താ ഇവിടെ എന്ന് പറയും. ഇല്ല, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്, നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കേണ്ടത്. ശരി നമുക്ക് നടന്ന് സംസാരിക്കാൻ 2 മിനിറ്റ് നടക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ തോളിൽ കയറും. അപ്പോൾ ഹീറോയിൻ ഒന്ന് അന്തം വിട്ട് നോക്കും, എന്താ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇനി രണ്ടുപേരും കൂടെ അങ്ങനെ നടന്ന് ഒരിടത്ത് പോയിരിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഹീറോയുടെ എല്ലാം പറയണമെന്ന് ഹീറോയിൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിനുള്ള കോഫിയും കൊണ്ടുവരും. എന്നിട്ടാണെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ സംസാരിച്ചു തുടങ്ങും. എനിക്കിപ്പോൾ പയ്യനായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പെൺകുട്ടിയായിരുന്നപ്പോൾ ഉള്ളതുപോലെയല്ല, ഞാനിപ്പോൾ കുറച്ചുകൂടെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് പറയും. നിനക്ക് എന്തിലായി മാറ്റം വന്നതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കും. ഇപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും ശരി, ഒരാളടുത്ത് സംസാരിക്കുന്നതാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളടുത്ത് പോകുന്നതാണെങ്കിലും പെൺകുട്ടിയായിരുന്നപ്പോൾ എനിക്കതൊന്നും പറ്റിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് അതെല്ലാം സാധിക്കുന്നുണ്ട്. നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത് ഹീറോ ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിലും അത് പിന്നെയെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ബോൾ വന്ന് ഹീറോയിൻ്റെ ദേഹത്തോട്ട് ഇടിക്കാൻ വരും. ഒന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും പറയാൻ ട്രൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ്റെ ഫോൺ ബെല്ലടിക്കും. ഒന്ന് അവളാണെങ്കിൽ അത് കട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യും. അപ്പോൾ വീണ്ടും കോൾ വരും. അവളാണെങ്കിൽ ദേഷ്യം വന്ന ഫോണിനെ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ വയ്ക്കും. എന്നിട്ട് അവളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫോൺ ബെല്ലടിക്കും. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതല്ലേ, പിന്നെ എങ്ങനെ ഈ ഫോൺ ബെല്ലടിക്കണമെന്ന് നമുക്ക് ഇതില്ല ദേഷ്യം വരും. അപ്പോൾ ഹീറോ പറയും അത് എൻ്റെ ഫോണാന്ന് പറഞ്ഞിട്ട് ഹീറോ കോൾ അറ്റൻഡ് ചെയ്യും. ഹീറോയുടെ ഫ്രണ്ട് ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഫ്രണ്ട് വിളിച്ചതുകൊണ്ട് തന്നെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് ഹീറോ അവരുടെ പ്ലേസിലോട്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും ഹീറോയിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരിക്കും. നിങ്ങളെപ്പോഴാണ് ഇങ്ങനെ ക്ലോസ് ആയെന്ന് ചോദിക്കും. അത് പിന്നെ ഞങ്ങളൊരു റണ്ണിങ് റേസ് വെച്ചിട്ട് ഫ്രണ്ട് ആയെന്നാണ് പറയും. ശരി ഓക്കെ, എന്തിനാ ഈ ഫുഡ് ഇത്രയും വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് നിന്റെ അപ്പൂപ്പനാണിത് കൊണ്ട് തന്നത്, നിനക്ക് തവണ്ണെ വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിലേക്ക്, അതുകൊണ്ടാണ് ഹീറോയെ വിളിച്ചതെന്ന് പറയും. ഓ ശരി അങ്ങനെയാണോ എന്ന് ചോദിക്കും. അവിടേക്ക് നമ്മുടെ ആ ഒരു ജൂനിയർ പെൺകുട്ടി വരും. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങളെന്താ ഈ ഫുഡ് കഴിക്കുകയാണോ എന്ന് പറയുമ്പോൾ അതേന്ന് പറയും. അപ്പോൾ അവൾ ഞാനും ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവളും അതിനോട്ട് കയറുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയുടെ അപ്പൂപ്പനാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഹീറോയിനാണെങ്കിലും ശരി ഓക്കെ ഞങ്ങൾ വരാമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ, എനിക്ക് ഇന്ന ഷെഡ്യൂളുണ്ട്, എനിക്ക് ഡേറ്റ എൻട്രി ഉണ്ട്, എനിക്ക് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോരെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും ശരി സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് പറയും. എന്നാലും നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അടുത്ത ദിവസം അവളുടെ അപ്പൂപ്പനെ കാണാൻ പോകാൻ റെഡിയാവും. അവിടെ ചോദിക്കേണ്ട 100 ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി അവൾ പുറത്തിറങ്ങി നോക്കുമ്പം ആ 4 പേരും ഭയങ്കര ബാഗൊക്കെ ആയിട്ട് ഒരു മാസ് എൻട്രി പോലെ നിൽപ്പുണ്ടായിരിക്കും. ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നേരെ ഇറങ്ങി ഒരു ഷിപ്പിൽ അപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൂപ്പനും അവരും കൂടെ ഷിപ്പിൽ കയറി ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി ഭയങ്കര ഒരു നല്ലൊരു എൻജോയബിൾ മെമ്മറീസ് ആയിട്ട് മാറുന്നുണ്ട് അതൊക്കെ. അങ്ങനെ അവരാണെങ്കിൽ ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് അപ്പൂപ്പനാണെങ്കിൽ ശരി ഓക്കെ നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഗേൾസിനൊരു റൂം ബോയ്സിനൊരു റൂം
ഹീറോയിനെ അപ്പൂപ്പൻ്റെ കൂടെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൂപ്പനാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ വഴക്കൂടിയല്ലേ, പിന്നെ എങ്ങനെ അപ്പൂപ്പൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പറയും. ഞാൻ നിന്റെ അപ്പൂപ്പനല്ലേ, എന്തായാലും ശരി ഓക്കെ, ഞാൻ പെട്ടെന്ന് സൺസ്ക്രീൻ ഒക്കെ ഇടട്ടെ, ഈ വെയിലത്ത് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ സൺസ്ക്രീൻ ഒക്കെ ഇടും. എന്നിട്ടാണ് നമ്മൾ ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ അമ്മൂമ്മ ശരിക്കും അപ്പൂപ്പനായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ലേഡീസ് സാധനങ്ങളാണ്. ഡ്രസ്സാണെങ്കിലും ശരി, മേക്കപ്പ് ആണെങ്കിലും എനിക്കെന്താ അങ്ങനെ തോന്നാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഉറക്കിനിറങ്ങും. എന്താണ് ഉറക്കെന്ന് വെച്ചാൽ മീൻ കട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ മീനെല്ലാം എടുത്ത് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന കട്ട് ചെയ്യുന്നേക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കാണുന്ന നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഇത് നിന്നത്തെ ആളും തടിമാറിനായിട്ടുള്ള ഇവനെ എന്തിനാ നീ ഹെൽപ്പ് ചെയ്യുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്തോന്ന് പറയും. സമയം അപ്പോൾ വന്നത് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്, കുറച്ച് സംസാരിക്കാൻ തോന്നി. അങ്ങനെ അവർ സംസാരിക്കാൻ പോയി നിൽക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അപ്പൂപ്പൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ പറയും, എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ചെയ്തത്. എനിക്ക് അവർ ആ ഒരു പയ്യനായി മാറിയത് ഇത്രയും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടത് അവരിലാണ്. അതിനുശേഷം ഞാനാണെങ്കിലും ഞാൻ പയ്യനായിട്ട് മാറുന്നത് 41ാമത്തെ വയസ്സിലാണ്. അതുവരെ എൻ്റെ ഭർത്താവ് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പക്ഷെ ഞാൻ ഒരു പയ്യനായിട്ട് മാറിയപ്പോൾ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അന്ന് എൻ്റെ മകൾക്ക് 14 വയസ്സായിരുന്നു. അവൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയതിൽ എനിക്ക് ഒരു വിഷമവുമില്ല, കാരണം അത് അയാളുടെ ചോയ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, നിൽക്കുന്നതല്ലേ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് നമ്മുടെ ഹീറോയെ കാണിച്ചു ചോദിക്കും. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹീറോ നമ്മുടെ അപ്പൂപ്പനെ വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അവൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ആ സംഭവം നമ്മൾ ആ ഹീറോയിൻ്റെ അടുത്ത് അപ്പൂപ്പൻ പറയുന്നുണ്ട്. സമയം അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അപ്പൂപ്പനെ കാണിച്ചിട്ട് ഹീറോയുടെ അടുത്ത് പറയും, ഇതെൻ്റെ അപ്പൂപ്പനല്ല, ഇതെൻ്റെ അമ്മൂമ്മയാണെന്ന് പറയും. ഓ സോറി അമ്മൂമ്മ, ഞാൻ ഇത്രയും കാലം അറിയില്ലായിരുന്നു, നമ്മുടെ അമ്മൂമ്മ എന്ന് വിളിച്ചതെന്ന് പറയും. ഞാൻ സാരിൽ വന്നിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയും, കണ്ടോ നിനക്ക് മനസ്സിലായെന്ന്. എന്ത് മനസ്സിലായെന്നാണ് നീ ചോദിക്കുന്നത്? ഇല്ല, ഇതെൻ്റെ അമ്മൂമ്മയാണ് എന്നുള്ളത്. അത് സാരല്ലേ, ഇപ്പം അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ ഇനി ഒരു കാലത്തും പയ്യനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, എനിക്ക് അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റത്തില്ല എന്ന് ഹീറോ പോകും. പക്ഷെ നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവും, ഇവൻ ഇത്രയും പ്രശ്നത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് അവർ ഫിഷ് കട്ടിയായിരിക്കും. ആ സമയം നമ്മുടെ ജൂനിയറിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മുള്ളു കുത്തിയിട്ട് ഭയങ്കരമായിട്ട് മുറിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സംസാരിക്കും. അപ്പം നമ്മുടെ ഹീറോയിനെ കൂടെ വരാൻ വിളിക്കും. ഹീറോയിൻ ആണെങ്കിലും അവൾക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, നീ പൊക്കോളാൻ പറയും. എന്നിട്ട് അവരാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് നോക്കുന്നുണ്ട്. ജൂനിയറിൻ്റെ കയ്യിലാണെങ്കിൽ 5 സ്റ്റിച്ചിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയും, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്കൂൾ കാലം തൊട്ടേ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിന്നോടത് പറയാൻ വരുന്നതിന് മുന്നേ തന്നെ നീ വേറൊരാളെ സ്നേഹിച്ചു, അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടില്ല, നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. നിന്റെ ഫ്രണ്ടോ? നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു, ഒന്നിച്ച് കളിച്ചു, ഇതൊക്കെ നമ്മൾ ചെയ്തില്ല, അത് നീ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടാണെന്ന് പറയും. ഉടനെ നമ്മുടെ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം അവിടേക്ക് അവരെ കൊണ്ടുപോയി ആ ഡ്രൈവർ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിക്കും. അവരാണെങ്കിലും ഒന്ന് ഞെട്ടിയിട്ട് അവൻ എഴുതിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അവിടേക്ക് നമ്മുടെ ഈ ഒരു ജൂനിയർ പെൺകുട്ടിയും ഹീറോയും വരുന്നുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട്, നിന്റെ കൈ ഓക്കെ ആണെന്ന് ചോദിക്കും. സോറി, ഞാൻ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടിച്ചു എന്ന് പറയും. അപ്പോൾ ആ ഒരു ഡ്രൈവർ ആണെങ്കിലും ശരി ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, സോറി നിങ്ങൾ കിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്തേന്ന് പറയും. എല്ലാവരും ഒന്ന് ഷോക്കാവും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഒരുമാതിരി ആവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഡ്രൈവർ പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിലും എന്ത് എന്നുള്ളതെന്ന് ചോദിക്കാതെ ശരി ഓക്കെ ഞാൻ ആ ഫെയർ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരിയായി നിൽക്കുകയായിരിക്കും. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ കിസ് ചെയ്തോന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് നീ ഒന്ന് മിണ്ടാതിരുന്നേന്ന് പറയും. അപ്പോൾ അവളാണെങ്കിലും കേൾക്കാതെ നിങ്ങൾ കിസ് ചെയ്തോന്ന് ചോദിച്ചിട്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ കിസ് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ പിറകെ നിന്ന് പോകും. എന്നിട്ട് ഞാൻ പിന്നെ കിസ്സെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഹീറോയിൻ പറയും, അവൾ നിന്നെ കിസ് ചെയ്തു അല്ലേ എന്ന് ചോദിക്കും. അത് സാരല്ലേ, വിട്ട് കളയാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അന്ന് വേണ്ടിയിട്ട് ചോദിക്കും, ഇല്ല നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ ശരിക്കുള്ള ജീവനായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയല്ലല്ലോ, എന്നെ വഴക്ക് പറയത്തില്ലേ എന്ന് പറയും. അപ്പോൾ പറയും, നീ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഞാൻ പെരുമാറണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ, അതൊരു സെൽഫിഷ്നെസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഒരുമാതിരിയാവും, എന്നാലും അവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എന്ന്. അപ്പോൾ അവിടേക്ക് നമ്മുടെ അപ്പൂപ്പൻ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ശരി ഓക്കെ നീ ഇത് വിട്ടുകളാ, എനിക്കറിയാം നിങ്ങൾ സ്ട്രെസ്ഡാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ സ്ട്രെസ്സൊന്നും അല്ല, പക്ഷേ ഹീറോയിനാ കുറച്ചധികം സ്ട്രെസ്സ്, ഇപ്പോൾ ജെന്നായി മാറിയതിൻ്റെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ അപ്പൂപ്പൻ പറയും, നീയും സ്ട്രെസ്സിലാണെന്നുള്ള കാര്യം നീ സമ്മതിച്ചേക്കെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അതെ ഞാനും സ്ട്രെസ്സിൽ തന്നെയാണെന്ന്. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ശരി നീ നിൻ്റെ ജീവിതം നോക്കി പൊയ്ക്കോളാൻ പറയും. അവളുടെ കാര്യം അവൾ നോക്കിക്കോളും, നീ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കേ, നീ അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് പോലെ നീ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും
രണ്ടുപേർക്കും സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതാവും. അതിനേക്കാൾ നീ നിന്റെ ജീവിതം നോക്കി പോകുന്നതാണ് നല്ലതെന്ന് പറയും. എന്നിട്ട് അപ്പൂപ്പനാണെങ്കിലും അവിടെ ഒന്ന് പോകുന്നുണ്ട്. നൈറ്റ് എല്ലാവരും ഉറങ്ങാൻ കഴിഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക് ഉറക്കം വരാതെ അവൾ പുറത്തോട്ട് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ജൂനിയർ പെൺകുട്ടിയും വരും. നീ എന്താ കിടന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അകത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ കൂർക്കം വലി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ നമ്മുടെ ജൂനിയർ പെൺകുട്ടിയും പറയും എനിക്കും അത് തന്നെ, ലേഡീസ് റൂമിനകത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. ശരി, നീ എന്തുകൊണ്ടാണ് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ചേരണ്ടെന്ന് ചോദിക്കണത്? നിന്റെ ഗേൾ ഫ്രണ്ട് നീ ആയിട്ട് ബ്രേക്കപ്പ് ആയോ? അതുകൊണ്ടാണോ നീ ഈ ഹീറോയിന്റെ കൂടെ നടക്കുന്നത്? നീ എന്താ കാര്യം പറ. നിന്റെ ആ പാരൻസ് സമ്മതിക്കുന്നില്ല എന്നല്ല, നിനക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ല, അപ്പൊ നിന്റെ ഗേൾ ഫ്രണ്ട് ആണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു പ്രശ്നമില്ല, പ്രശ്നം മൊത്തം എനിക്കാണ്, നീ അത് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കും. ജൂനിയർ പെൺകുട്ടി അവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയിനെ കണ്ട് ഇത് ആരാണെന്ന് ജൂനിയർ പെൺകുട്ടിയെ നോക്കി നിൽക്കും. അവളാണെങ്കിലും നമ്മുടെ ഹീറോയുടെ അടുത്ത് ഞാൻ വരാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും നമ്മുടെ ഹീറോയിനെ പെൺകുട്ടി വേഷത്ത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്താണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് വരുന്ന എപ്പിസോഡിൽ കാണാം. ഇനി 3 എപ്പിസോഡ് കൂടെയാണുള്ളത് ഫ്രണ്ട്സ്, വെയിറ്റ് ചെയ്യാം. അടുത്ത നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.